ഹായ് എവരിവൺ. നമുക്കറിയാം നമ്മളിപ്പോ പുതിയ ഭരണസമിതി കയറിയ ഒരു സമയമാണ് അല്ലെ. കയറിയിട്ട് നമ്മൾ ഓരോ പുതിയ കമ്മിറ്റി കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭരണസമിതി അംഗീകാരത്തിനുള്ള തീരുമാനത്തിന് വേണ്ടിയിട്ട് കെ സ്മാർട്ടില് മുന്നേ തന്നെ റെഡി ആയിട്ടുണ്ട്. കെ സ്മാർട്ടിലാണ് അജണ്ട തയ്യാറാക്കുക. അപ്പോ ഇപ്പൊ പഞ്ചായത്തിലും അത് നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ നമുക്കറിയാം, നമ്മൾ സഹകരണ വഴിയായിരുന്നു അജണ്ട തയ്യാറാക്കിയിട്ട് ഭരണസമിതി തീരുമാനത്തിനായി കമ്മിറ്റിക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. ഇനി മുതൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കമ്മിറ്റി തീരുമാനത്തിന് വേണ്ടിയിട്ടുള്ള അജണ്ട തയ്യാറാക്കുന്നത് കെ സ്മാർട്ട് വഴിയാണ്. അത് നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പൊ കെ സ്മാർട്ട് വഴി എങ്ങനെയാണ് അജണ്ട തയ്യാറാക്കുക? ഓരോ പദ്ധതിക്കും അതിൻ്റെതായ രീതിയിൽ തന്നെയാണ് അജണ്ട തയ്യാറാക്കേണ്ടത്. കാരണം ഓരോ പദ്ധതി എടുത്തിട്ട് അതിലൂടെ തന്നെയാണ് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കേണ്ടത്, ലെറ്റർ റിക്വസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്കിപ്പോ തീരുമാനം കിട്ടിയില്ല എന്നുള്ള പരാതിയും വരണില്ല. അതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്തൊക്കെ അജണ്ട അതിൽ കൊടുത്തിട്ടുണ്ടോ അതിന്റെ എല്ലാം തീരുമാനം അതിൽ വന്ന് കിടക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇനി ആ കാര്യത്തിൽ നോ ടെൻഷനാണ്. അപ്പൊ നമുക്ക് അതെങ്ങനെയാണെന്നുള്ളത് വീഡിയോയിലൂടെ ഒന്ന് കണ്ടുനോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പ്രോജക്റ്റിനെ ബഡ്ജറ്റ് എൻട്രി ചെയ്ത് പ്രോജക്റ്റിലേക്ക് കൊണ്ടുവരണം. എന്നതിനു ശേഷം മാത്രമാണ് നമുക്ക് അജണ്ട തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. ഏത് പ്രോജക്റ്റിലാണോ നമുക്ക് കമ്മിറ്റി തീരുമാനം വേണ്ടത് എന്ന് വെച്ചാൽ ആ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ കാണാൻ കഴിയും, ലെഫ്റ്റ് സൈഡിൽ ബോട്ടത്തിലായിട്ട് കാണാൻ കഴിയും ഒരു പ്ലസ് ചിഹ്നം. അതെടുക്കുക. അപ്പൊ നമ്മൾ ആ ലെറ്റർ ഉണ്ടാക്കി വെച്ച ലെറ്റർ PDF ആക്കി വെക്കേണ്ടതുണ്ട്. അതിനെ നമ്മൾ അതിലേക്ക് അറ്റാച്ച് ചെയ്യണം. അപ്പൊ അതാണ് നമ്മളിവിടെ ആദ്യം ചെയ്യുന്നത്. ആ ഒരു ലെറ്ററിനെ PDF ആക്കി വെച്ചത് നമ്മളെ ആണെങ്കിൽ സൈൻ ചെയ്ത് സീലൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ലെറ്റർ നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്, ആഡ് ചെയ്യുക. അപ്പൊ അതിന് മുന്നേ നമ്മൾ ഡോക്യുമെന്റ് ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ ഈ ഒരു ഫയലിൽ ആ ലെറ്റർ അറ്റാച്ച് ചെയ്തു. ഇനി ന്യൂ അജണ്ട, ഡ്രാഫ്റ്റില് ന്യൂ അജണ്ട സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടെ കാണാം മീറ്റിംഗ് കാറ്റഗറി. മീറ്റിംഗ് കാറ്റഗറിയിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് പഞ്ചായത്ത് മീറ്റിംഗ് ആണ്. അപ്പൊ നമ്മൾ പഞ്ചായത്ത് മീറ്റിംഗ് സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ താഴെ അജണ്ട. അപ്പൊ നമുക്ക് ഒരു ടൈറ്റിലും വരും, ഡിസ്ക്രിപ്ഷനും വരും. അതിൽ ടൈറ്റില് നമ്മളുടെ എന്താണോ കണ്ടന്റ്, ആ കണ്ടന്റ് നമ്മൾ സാധാരണ ലെറ്റർ അടിക്കുമ്പോൾ വിഷയം കൊടുക്കാറുണ്ടല്ലോ, അതവിടെ കൊടുക്കുക. എനിക്ക് വേണ്ടത് എസ്റ്റിമേറ്റ് റിവൈസ് ആണ്. അപ്പൊ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യുന്നത് സംബന്ധിച്ച് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ അവിടെ കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ ലെറ്ററിലെ കണ്ടന്റ് എന്താണോ അത് മുഴുവനായും കൊടുക്കണം. അപ്പൊ നമ്മൾ ആ ലെറ്ററിൽ നിന്ന് വേർഡിൽ പോയി അത് കോപ്പി ചെയ്ത് ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോ അതിനുശേഷം പിന്നെ നെക്സ്റ്റ് കൊടുക്കുക. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ടഫ് ഒന്നുമല്ല കേട്ടോ. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അജണ്ട അവിടെ ക്രിയേറ്റ് ആയി വന്ന് നമ്മളതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള PDF ലെറ്ററും അതിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഉറപ്പുവരുത്തിയതിനു ശേഷം നമുക്കത് ഫോർവേഡ് ചെയ്യാം. അപ്പൊ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ഇത് നമ്മളുടെ ഫയലിൽ തന്നെ കിടക്കൂട്ടാവും. ലെറ്റർ മാത്രമാണ് അങ്ങോട്ട് പോവുള്ളൂ. JS-നാണ് ഈ ഒരു അജണ്ട ഫസ്റ്റ് നമ്മൾ സെൻഡ് ആവുന്നത്. അപ്പൊ നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. ഇത്ര പണിയുള്ളൂ ഒരു കമ്മിറ്റി തീരുമാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അജണ്ട തയ്യാറാക്കാൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാണ്. വളരെ എളുപ്പമാണ്. ഞാൻ ആദ്യം വന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഫസ്റ്റ് എന്താ പറയാ, കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞപ്പോ നല്ല റിസ്ക് ആയിട്ട് തോന്നി. കാരണം നമ്മളുടെ ഈ തിരക്കിന്റെ ഇടയിൽ നമുക്ക് ഈ ഓരോ പദ്ധതി എടുത്തിട്ട് അജണ്ട തയ്യാറാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത്. പക്ഷെ വളരെ ഈസിയാണ്. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് തീരുമാനങ്ങളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ അതാണ് ഇതുകൊണ്ടുള്ളൊരു ഗുണം. അപ്പൊ ഇനി നമ്മൾ കമ്മിറ്റി തീരുമാനം എടുത്തില്ല എന്ന് വരുമ്പോൾ നമുക്ക് അതിൽ നോക്കി ഉറപ്പ് വരുത്താം. അതാണ് ഇതുകൊണ്ടുള്ളൊരു ഗുണം. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ അനീഷ കളറക്കൽ.